the organizers convinced me that I am the only available person to inaugurate. ഓ എത്രയോ ആഡുകളിൽ മമ്മൂക്കനെ കണ്ടു. ഞാനിവ നിങ്ങളുടെ മറ്റേ ഷോയിൽ വന്നൊക്കെ ഒരു മീറ്റിംഗ് ആണ്. ഇതിനൊക്കെ കിട്ടി. നമ്മളെ ഈ നടന്മാരൊക്കെ ചെന്നിട്ട് ഇവർക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി നമുക്ക് ഈ സംഭവം അറിയാൻ പാടില്ലെന്നുള്ളതില്ല നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. അതൊക്കെ പിന്നെ നമ്മൾ സഹിക്കും കാശ് വാങ്ങിച്ചിട്ടില്ല. ഞാൻ വളരെ ഇമോഷണലായിപ്പോയി. സാധാരണ പരസ്യക്കാരെ നമ്മളെ പോലുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എൻഡോഴ്സ്മെന്റ് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ കൈമടക്കാറുണ്ട്. ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു മൈക്കുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടമുള്ളോട് നിൽക്കാം. മമ്മൂക്ക താങ്ങി നിൽക്കേണ്ട അവസ്ഥ അവിടെ നിൽക്കും. മമ്മൂക്ക ഒന്ന് കാണട്ടെ എല്ലാവരും. അത് എന്റെ കാർഡാണ്. അതൊന്നും വായിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലാവാണ്ട് ഞങ്ങൾ കേട്ടില്ല എന്ന് വെച്ചു. I am standing before you as I am, that I am convinced that this is going to be a very fruitful evening, and the organizers convinced me that I am the only available person to inaugurate. And I am very happy to inaugurate this organization called I Am. ഇനി മലയാളത്തിൽ എന്തെങ്കിലും പറയാം. I am very thankful to you. മമ്മൂക്കയുടെ മലയാളത്തില് ഇത് ഏകദേശം മലയാളം പോലെ ആയിരുന്നില്ലേ? ആയിരുന്നു. ശരിക്കും മലയാളത്തിൽ മമ്മൂക്ക ഓ എത്രയോ ആഡുകളിൽ മമ്മൂക്കനെ കണ്ടു. ഞാനിവ നിങ്ങളുടെ മറ്റേ ഷോയിൽ വന്നൊക്കെ ഒരു മീറ്റിംഗ് ആണ്. ഞാൻ ഈ അഡ്വർടൈസ്മെന്റ് ഡയറക്ടേഴ്സ് അല്ല, ആഡ് ഫിലിം ഡയറക്ടേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ഇനാഗുറേഷനോട് പോകണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്തെങ്കിലും രണ്ടുപേരെയും എത്തിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ട്രക്ക് ഓടുന്നത് ഡീസൽ കൊണ്ടും പെട്രോൾ കൊണ്ടും ഡ്രൈവറെ കൊണ്ടും ഒന്നല്ല, അഡ്വർടൈസ്മെന്റ് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ട്രക്ക് ഓടുക എന്ന് പറഞ്ഞാൽ ഈ കമ്മോഡിറ്റീസ് ക്യാരി ചെയ്യുന്നതാണ് ട്രക്ക്. ആളുകളെ കൊണ്ടുപോകുന്ന ട്രക്കുണ്ട്. ഇത് എപ്പോഴും നമ്മൾ ലോറിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. സാധനങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളാണ്. കമ്മോഡിറ്റീസ് ടു ബി സോൾഡ്, അത് കൺസ്യൂമർ എത്തിക്കുക. അപ്പോൾ അതിന് ട്രക്ക് ഓടണമെങ്കിൽ അതിനുള്ള ഈ സാധനങ്ങൾ ചെലവാക്കാൻ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ അതുപോലെയുള്ള വിതരണത്തിനോ കൊണ്ടുവന്ന സാധനങ്ങൾ കയറ്റിയ ട്രക്ക് ഓടണമെങ്കിൽ പെട്രോളും ഡീസലും ഡ്രൈവറും പോരാ. അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഒരുപാട് പരസ്യക്കാരൊക്കെ ഉണ്ട്. സൈഡിൽ ഒരുപാട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ പരസ്യക്കാരെ നമ്മളെ പോലുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ എൻഡോഴ്സ്മെന്റ് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ കൈമടക്കാറുണ്ട്. ഇവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ സിജോയോട് ചോദിച്ചപ്പോൾ വലിയ പരിപാടിയാണ്, നമുക്ക് ചില്ലറ വല്ലതും തടയുമോ? അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ലെന്ന് കൂട്ടെ. ഇത് പിന്നെ നമുക്ക് എല്ലാവരെയും അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ ബോംബെ എന്നൊക്കെ വൻ പുള്ളികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. ഏതായത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ആഡ് ഫിലിം ഇൻഡസ്ട്രി, അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രി. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും പരസ്യം ആവശ്യമാണ്. സാധാരണ ഒരു കഥയായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. കോൾഗേറ്റോ അതെങ്കിൽ ഏതെങ്കിലും ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിക്കുന്ന പേസ്റ്റ്, ആ പേസ്റ്റിൻ്റെ ഉൽപ്പാദന ചെലവ് നമ്മൾ കൊടുക്കുന്ന വിലയുടെ 10% മാത്രമാണ്. പിന്നെ ഏകദേശം 30-40% അഡ്വർടൈസ്മെൻറ്റാണ്. നമ്മൾ രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ 3/4 പത്രത്തിലും പരസ്യമാണ്. അപ്പോൾ നമ്മുടെ ആഹാരം പോലെ ഉറക്കവും അതുപോലെ മറ്റു കാര്യങ്ങളും പോലെ പരസ്യവും നമ്മുടെ നിത്യജീവിതത്തിലൊരു നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമായിട്ട് മാറിയുണ്ട്. നമ്മൾ എത്ര ഒഴിച്ചു കൂട്ടിയാലും നമ്മുടെ പുറകെ പായുന്നൊരു സാധനമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തെങ്കിലും ഒരു പരസ്യം കാണാതിരിക്കില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ ആളുകളുണ്ട്. അവരുടെ ഒരുപാട് ഭാവനകളുണ്ട്. നമ്മളെ നേർവഴിക്ക് നടത്താനും വഴി തെറ്റിക്കാൻ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരസ്യ സംവിധായകൻ്റെ ഭാവന വളരെ ക്രിയേറ്റീവായിട്ട്
ഒരു ഫീച്ചർ ഫിലിമിനേക്കാളൊക്കെ ഈ 1 മിനിറ്റോ 1 മിനിറ്റ് 10 സെക്കൻഡോ അല്ലെങ്കിൽ 40 സെക്കൻഡോ 60 സെക്കൻഡോ 90 സെക്കൻഡോ 110 സെക്കൻഡോ ഒക്കെ നീളമുള്ള ഒരു കഥാചിത്രം ഉണ്ടാക്കുമ്പോൾ അതിൽ പരസ്യമുണ്ടാകണം, ജനങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ഒരു കഥാസന്ദർഭം ഉണ്ടാകണം, അത് അവരുടെ ജീവിതത്തെ തൊട്ട് നിൽക്കണം, അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റി ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കണം. അത്രയേറെ വിശാലമായ ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു സിനിമയിലൂടെ അല്ലെങ്കിൽ വെറും ഒരു ഫോട്ടോഗ്രാഫിലൂടെ അല്ലെങ്കിൽ 4 വരിയിലൂടെ 4 വരി എന്തിനു പറയുന്നത്, കവിതയല്ല, കോപ്പി റൈറ്റിങ്ങിലൂടെയൊക്കെ ആളുകൾ സൃഷ്ടിച്ചെടുക്കുന്ന അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇതൊരു വലിയ സമൂഹമാണ്. നമ്മളൊരു പക്ഷേ ഈ മുൻനിര കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഇവരെ കയറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സിനിമാ സംവിധായകരോ സാഹിത്യകാരന്മാരോ അതുപോലെയുള്ള നമ്മുടെ കലാപ്രവർത്തനം നടത്തുന്ന കലാസാഹിത്യ രംഗത്തുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് കയറ്റി നിർത്താൻ എല്ലാ അർഹതയുമുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊട്ടും സ്വയം കുറഞ്ഞു കാണണ്ട. അങ്ങനെയൊന്നുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അവർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സാണ് പലപ്പോഴും. നമ്മൾ ഈ നടന്മാരൊക്കെ ചെന്നിട്ട് ഇവർക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി നമുക്ക് ഈ സംഭവം അറിയാൻ പാടില്ലെന്നുള്ളതില്ല നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. അതൊക്കെ പിന്നെ നമ്മൾ സഹിക്കും, കാശ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ വളരെ എല്ലാവർക്കും വലിയ സന്തോഷം. മാത്യു പോളിൻ്റെ ഒരു വിയോഗം. മാത്യു പോളിനെ വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ സിനിമയിൽ വളരെ ആദ്യം പടയോട്ടം സിനിമയുടെ സെറ്റിൽ മാത്യു വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം മാത്യുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സിനിമ 1-2 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നടന്നില്ല. എന്നാലും മാത്യു പോളിനെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. ഇത് സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എൻ്റെ പൂർണ്ണതയാണ്. പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പാണ്. അങ്ങോട്ട് ഇതിൽ സംഘർഷങ്ങളോ സംഘടനകളോ ഒന്നുമില്ലാതെ എല്ലാ സംഘടനകളും ഉണ്ടാവുമല്ലോ. രാജ്യങ്ങളുണ്ടാകുന്നതും രാഷ്ട്രീയ പാർട്ടികളുണ്ടാകുന്നതും ഒക്കെ ഈ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെയൊന്നും ഈ സംഘടനയെ അതൊന്നും ബാധിക്കാതിരിക്കട്ടെ. എല്ലാവരും ഒരു മനസ്സോടെ, ഒരു ചിന്തയോടെ, ഒരു ആഗ്രഹത്തോടെ, ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക. എല്ലാ നന്മകളും മംഗളങ്ങളും നേരുന്നു. നമസ്കാരം. മാത്യു പോൾ സാറിൻ്റെ ഒരു ഭയങ്കര ഫ്രണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് Mrs. Sheila Matthew is here, so I request her to please come on stage to hand over a memento to Mamuka. Oh, to dear Mamuka, the star, leader, mentor, and above all, a responsible human being who always is in the forefront of every social endeavor that benefits the society in many ways. We always love you. I am responsible. ഞാൻ വളരെ ഇമോഷണൽ ആയിപ്പോയി. നമുക്ക് ധാരാളം ക്ലാപ്പുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആ ക്ലാപ്പല്ല. സോ ഐ ആം ദ ബിഗിനിങ് ഫസ്റ്റ് സീനാണ് അല്ലേ? അല്ല, 10ാമത്തെ I am the beginning ഇല്ല, I am the beginning. I am the beginning ഞാനാണ് beginning തോന്നുന്നത്. I am the beginning. അപ്പോൾ ഒരു കോമഡി ഇടാം. ഒരു കോമ ഇടായിരുന്നു. കോമ ഞങ്ങൾ ഇടാം മമ്മൂക്ക. വേണ്ട ഞങ്ങൾ എന്തായാലും ഇടാം. അപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച് ആരെയൊക്കെ ഉദ്ദേശം എനിക്കില്ല. മമ്മൂക്കയുടെ വേണ്ട ഒരു ക്ലാപ്പ് ഒന്ന് അടിക്കാം. അതോടെ നമ്മളിങ്ങനെ ഒരു ഒഫീഷ്യൽ, നമ്മൾ നേരത്തെ ലൈറ്റിംഗ് ഓഫ് ദി ലാമ്പ് ചെയ്തു, എന്നെ അടിക്കാതല്ല ക്ലാപ്പ്. ഇവിടെ മമ്മൂക്ക ക്ലാപ്പ് അടിക്കുമ്പോൾ അവിടെ നിങ്ങൾ ക്ലാപ്പ് അടിക്കില്ലേ? സോ റെഡി, സ്റ്റാർട്ട്, ക്യാമറ റോളിംഗ്, ആക്ഷൻ. സോ ക്ലാപ്പ് അടിച്ച് അടിപൊളിയായിട്ട് ക്ലാപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച് മമ്മൂക്ക.